LDF ഗവൺമെന്റ് ആയിരുന്നപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ SLP ഫയൽ ചെയ്തായിരുന്നു. അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ കൂടെ സർക്കാർ കൂടെ കക്ഷി ചേരുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളും നമ്മുടെ ഭാഗത്തിന് വേണ്ടി ഒരു വക്കീലിനെ ഹാജരാക്കിയിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ SLP പൂർണ്ണമായിട്ട് പിൻവലിച്ചു. ഞങ്ങൾ മുരളീധരൻ സാറിനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അദ്ദേഹം കട്ടൻ ട്രെയിനായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, ഇതില് കക്ഷി ചേരാൻ പറ്റത്തില്ല. SLP പിൻവലിച്ചോടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇല്ലാതായിപ്പോയി. സുപ്രീം കോടതിയിൽ നമ്മൾ കൊടുത്ത വക്കീലിന് കൊടുക്കേണ്ട പൈസ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പലരും പല പണിക്ക് പോകുന്നവരാ. അപ്പൊ ഇവ എല്ലാവരും കൂടെ പിരിച്ച ഒരു പൈസയും യുവതലമുറയുടെ വോട്ട് വാങ്ങിച്ച് ഭരണത്തിൽ കയറി വന്ന ഒരു സർക്കാരാണ്. ആ സർക്കാർ എന്തുകൊണ്ട് KDRB വിഷയം വരുമ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞ് താൽക്കാലികക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു? താൽക്കാലികക്കാരെന്ന് പറയുന്ന അവരെ ഏകദേശം 4-5 ലക്ഷം രൂപ ഓരോ സിറ്റിങ്ങിൽ ഓരോ അഡ്വക്കേറ്റിനെ കൊടുത്താണ് അവര് കേസിന് കൊണ്ടുവരുന്നത്. അത്രയും കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല.